ശരി. അമാനത്ത് തന്നെയാണ് എല്ലാ കാലത്തും UDF-ൻ്റെ മേഖലയിൽ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ശ്രദ്ധ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ചുമലുണ്ടാകും, അവിടെ ചിത്രമില്ല. അത് കഴിഞ്ഞാൽ അസംബ്ലി തിരഞ്ഞെടുപ്പുണ്ട്. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് കാലത്താണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. അന്ന് UDF ഏറെ പ്രതീക്ഷ വെച്ച മണ്ഡലമായിരുന്നു ചുറ്റൂർ, പണ്ട് കിട്ടിക്കൊണ്ടിരുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വലിയ ശക്തിയുണ്ട് എന്ന് തന്നെയാണ് UDF-ൻ്റെയൊക്കെ അവരുടെയൊക്കെ സമീപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മുടെ ശക്തി എല്ലാ ചെറിയ ഘടകങ്ങളും കൂടി ഒരുമിപ്പിച്ച് കൂട്ടിയാലാണ് ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവിയുള്ളത്. അതിൽ ഏറ്റവും കെട്ടുറപ്പുള്ള സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. നമ്മുടെ സംഘടനയുടെ സെറ്റപ്പിൻ്റെ ആ പ്രാധാന്യമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ വളരെ നിർബന്ധിച്ചാണ് ഞാനൊക്കെ ഇവിടെ വരേണ്ടി വന്നത്. അത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഊർജിതമായി കൊണ്ടുപോകേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ യോഗം കൂടി പ്ലാൻ ചെയ്ത് വരാൻ പോകുന്ന ഒരു വർഷകാലം പഞ്ചായത്തിനും അസംബ്ലിക്കും ആയി നമ്മൾ ഒരുങ്ങണം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൽ ഇനിയൊരു ഭരണമാറ്റം ഉണ്ടാവണം എന്ന് ജനങ്ങൾ പൊതുവിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ മദ്യനിർമ്മാണശാല അതേപോലെയുള്ള അനവധി കൊള്ളരുതാത്ത നടപടികളുമായി ഈ ഗവൺമെൻറ് പോണ പോക്കിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വന്ന് നമ്മുടെ സമയത്തുണ്ടായിരുന്നത് പോലെ സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ഗുണം ലഭിക്കുന്ന, അവർക്കൊക്കെ ഭരണത്തിൽ പങ്ക് ലഭിക്കുന്ന ഒരു സ്ഥിതി വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിൽ സംവരണമില്ല. പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നിയമനം കൊടുക്കാതെ താൽക്കാലികക്കാരെ കുത്തിത്തിരുകിക്കൊണ്ടിരിക്കുകയാണ്, പാർട്ടിക്കാരെ. അതേപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ കാലത്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. 10 കൊല്ലമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. അവസാനം വന്നപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയൊക്കെ പ്രൈവറ്റിൽ കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ എല്ലാ ജനവിഭാഗങ്ങളും സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നഴ്സറി തൊട്ട് കോളേജ് വരെ അതിനൊന്നും പരിഗണനയില്ല. കുറേ കാലമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ആ വളർച്ച ഇപ്പോൾ മുരടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഡെവലപ്മെൻറ്റിലും ഭരണത്തിലും അതുപോലെ ബാക്കി കാര്യങ്ങളിലൊക്കെ പങ്ക് ലഭിക്കുന്ന അവർക്കൊക്കെ ഒരു വർത്തമാനം പറയാനുള്ള, അവർക്കൊക്കെ ഒരു സേ ഉള്ള ഗവൺമെൻറ് വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ന്യായം കിട്ടില്ല. ആ ന്യായക്കേട് പോലീസ് ചെന്നാൽ ഉണ്ടാവും, ആ ന്യായക്കേട് മറ്റെല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രാവശ്യം ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ പൊതുവിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ പ്രവൃത്തിയും കൂടി ആകുമ്പോൾ ലക്ഷ്യം നേടാൻ കഴിയും, ഒരു സംശയവുമില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നമുക്ക് വിജയിക്കാം, അസംബ്ലി തിരഞ്ഞെടുപ്പിലും നമുക്ക് വിജയിക്കാം. ആ കാര്യത്തിൽ ഇപ്പോൾ കരീം സാഹിബ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടാവും. എന്താ വേണ്ടതെന്ന് അതാത് സമയത്ത് നോക്കി ഇടപെടാം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഏതായാലും ഇങ്ങനെ നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.